أعمالنا. آمين. وقال النبي صلى الله عليه وسلم الدين النصيحة. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിത നേതാക്കൾ, SYS-ന്റെയും SSF-ന്റെയും സുന്നി സംഘടനകളുടെയും സഹപ്രവർത്തകന്മാർ, എന്റെ പ്രിയപ്പെട്ട മാന്യ സുഹൃത്തുക്കൾ, പരിപാടി വീക്ഷിക്കുന്ന ഇതര മതവിശ്വാസാദർശ ബന്ധുക്കൾക്ക് സുന്നി പ്രസ്ഥാനത്തിന്റെ ധർമ്മ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സാംസ്കാരിക കേരളത്തിന്റെ മണ്ണിൽ മതഭൗതിക, സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക മേഖലകളിൽ സ്തുത്യർഹവും അനിഷേധ്യവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളം ദർശിച്ച ഇസ്ലാമിന്റെ ആധികാരിക ശബ്ദം നമ്മുടെ മഹത്തായ ആദർശ പ്രസ്ഥാനം SYS. 60 വയസ്സ് ഈ കേരളത്തിൽ പൂർത്തിയാക്കുമ്പോൾ ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ വേരോട്ടത്തിലൂടെ ജനമനസ്സുകളിൽ നേടിയ സ്വാധീനത്തെയും ഉപയോഗപ്പെടുത്തി വീണ്ടും പ്രബോധന പ്രവർത്തന രംഗത്ത് വിപ്ലവകരമായ ഒരു മുന്നേറ്റം നടത്തുന്നതിന്റെ ഭാഗമായി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കേരളീയ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം നഷ്ടപ്പെടാത്ത മഹാരഥന്മാരായിരിക്കുന്ന പ്രവാചകന്മാരുടെയും കഴിഞ്ഞുപോയ മുൻഗാമികളുടെയൊക്കെ കണ്ണിമുറിയാത്ത പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി കാത്തുസൂക്ഷിച്ചു പോകുന്ന വിശ്വാസാചാര അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാത്ത സമൂഹത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുകയും നടപ്പിൽ വരുത്തുകയും അത് നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ആശയ പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന കേരളത്തിലുള്ള പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനങ്ങളുടെ കൂട്ടത്തിൽ 3ാമത്തെ സമ്മേളനമാണ് ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സമുന്നതന്മാരായ പല നേതാക്കളും വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും പലരും എത്തുകയാണ്. അതിനു മുമ്പ് വിഷയകമായി ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അധിവസിക്കുന്ന ഭൂമിയിൽ വ്യത്യസ്ത മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും ജീവിക്കുന്നുണ്ട്. ആ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും സംസ്കാരങ്ങൾക്കും പ്രാതിനിധ്യം നൽകി ജീവിക്കുന്ന ഒരുപാട് മതവിശ്വാസികളും ഈ ലോകത്തുണ്ട്. ഈ മതങ്ങളൊക്കെ മനുഷ്യന്റെ സംസ്കാരത്തിനും അതുപോലെ തന്നെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒക്കെ ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യം. എന്നാൽ കാലം കാതോർക്കുന്ന സർവ്വ സംഭവവികാസങ്ങൾക്കും അതാത് കാലയളവിൽ ആവശ്യമായ രീതിയിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ആഗോളതലത്തിൽ ഇന്ന് അറിയപ്പെട്ട ഏറ്റവും വലിയ ഒരു സംസ്കാരവും വിശ്വാസവുമായി വിശുദ്ധ ഇസ്ലാം ഉയരുകയും വളരുകയും അത് നന്നായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധ ഇസ്ലാമിനെ തൊട്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട് ലോകത്ത്. എന്നാൽ ഈ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ നാം അധിവസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യം, ഈ ഇന്ത്യ രാജ്യത്തിന്റെ സാംസ്കാരിക സംസ്ഥാനമായി അറിയപ്പെടുന്ന കേരളം, ഈ കേരളത്തിന്റെ വിഷയത്തിൽ ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. കേരളത്തിലുള്ള ഇസ്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ആ മഹാനുഭാവന്റെ പരിശുദ്ധമായ സവിധത്തിൽ വെച്ചുകൊണ്ട്
നേരിട്ട് വിശ്വാസങ്ങളും സംസ്കാരങ്ങളും കാണുകയും കേൾക്കുകയും പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്ത അവിടുത്തെ മഹാരഥന്മാരായ ശിഷ്യഗണങ്ങളിലൂടെ വിശുദ്ധ ഇസ്ലാമിനെ ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ച ഒരു വലിയ നല്ല ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഈ സംസ്ഥാനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് മഹത്തുക്കളുണ്ട്. അതിലൊരുപാട് സ്വഹാബത്തുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ദീനിന്റെ പ്രചരണം എത്തിയ വ്യത്യസ്തമായ രാഷ്ട്രങ്ങളിൽ നിന്ന് കടന്നുവന്ന് ഒരുപാട് ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരൊക്കെയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസവും സംസ്കാരവും ഒക്കെ കൈമാറിക്കൊടുത്തത്. എന്നാൽ ഈ വിശുദ്ധ ഇസ്ലാം ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്ന വിഷയത്തിൽ വളരെ വലിയ സ്തുത്യർഹമായ ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ജാതീയതയ്ക്ക് വേണ്ടി, നിറത്തിനു വേണ്ടി, കുലമഹിമയ്ക്ക് വേണ്ടി, വിഭിന്നങ്ങളായിരിക്കുന്ന ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പരസ്പരം തമ്മിലടിക്കുകയും ഭിന്നിക്കുകയും അകലുകയും ചെയ്തപ്പോ അവിടെയൊക്കെ സമാധാനത്തിന്റെ ദൂതുമായി കയറി ചെല്ലാൻ സാധിച്ച ഒരു വലിയ ആഗോള പ്രത്യയശാസ്ത്രമാണ് അള്ളാഹുവിന്റെ മതമാകുന്ന വിശുദ്ധ ഇസ്ലാം. ഈ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ ലോകത്ത് വികൃതമാക്കാൻ അതാത് കാലയളവിൽ തന്നെ ഒരുപാട് ഭിന്നശക്തികൾ കടന്നു വന്നിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും കേട്ടും കണ്ടും കൊണ്ടും പഠിച്ചവരാണ്. അതിലൊന്നാമതായി ഈ സമുദായത്തിന്റെ ഐക്യവും ഭദ്രതയും. മറ്റിതര മതവിശ്വാസികളുടെ മനസ്സുകളിൽ ഈ മതത്തിലുണ്ടായിരിക്കുന്ന ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വലിയ കേന്ദ്രമാണ് ഇസ്ലാം എന്ന ചിന്തക്ക് വിള്ളലേൽപ്പിക്കത്തക്ക രീതിയിൽ ആദ്യമായി കടന്നുവന്ന വിഭാഗം ഇവിടത്തെ പുത്തൻവാദികളാണ്. വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ വിഭിന്നങ്ങളായിരിക്കുന്ന ഒരുപാട് പുതിയ പുതിയ ആശയങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടാണ് അവർ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിലേറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസത്തെ നശിപ്പിക്കാനാണ്. ആദരിക്കപ്പെടേണ്ടുന്ന അംബിയാഹിനെയും ഔലിയാഹിനെയും സ്വാലിഹീങ്ങളെയും അവഗണിച്ചുകൊണ്ട് അവരൊക്കെ സാധാരണ മനുഷ്യരാണെന്നും തെറ്റ് ചെയ്തവരാണെന്നും കുറ്റക്കാരാണെന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് കടത്തിവിട്ട് വിശ്വാസികളുടെ മനസ്സിന്റെ അകത്ത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും സാലിഹീങ്ങളോടും ഉണ്ടായിരുന്ന ആ വലിയ ബഹുമാനത്തെ ഇല്ലായ്മ ചെയ്ത് മനുഷ്യ മനസ്സുകളിൽ നിന്ന് വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയാണ് ഇവർ ചെയ്തത്. സത്യത്തിൽ അമ്പിയാഹിനെയും ഔലിയാഹിനെയും സാലിഹിനെയും വിമർശിക്കുന്ന ഇവരുടെ ഈ തെറ്റായ നയം അത് ഉടലെടുക്കാനുണ്ടായ അടിസ്ഥാനപരമായ കാരണം ഹസദാണ് എന്നതാണ് യാഥാർത്ഥ്യം. അസൂയയിൽ നിന്നാണ് ഈ യഥാർത്ഥ ഭിന്നിപ്പ് തുടങ്ങുന്നത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസാധാരണ വ്യക്തിത്വമായി കാണുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മഹാരഥന്മാരായ ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണെന്ന ഒരു പ്രത്യേകമായ പരിഗണന നൽകി അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തെ ഇവിടെ ആദരിച്ചുകൂടാ, ബഹുമാനിച്ചുകൂടാ എന്ന ഒരു അസൂയയുടെ ചിന്തയിൽ നിന്നാണ് ഈ മഹത്തുക്കളൊക്കെ സാധാരണക്കാരാണ് എന്ന ഒരു തെറ്റായ പ്രചരണം നടത്താൻ ഇവരെ പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ അവർ വിഭിന്നങ്ങളായ ശൈലികളിലേക്ക് മാറി. ഒരു ഭാഗത്ത് ഇപ്പോൾ കഷ്ടമായി മാറിയിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് സത്യത്തിൽ കേരളത്തിൽ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ കൈകളിൽ കൊടുത്ത ബിസ്ക്കറ്റിന്റെ കഷ്ടം പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കഷ്ടം കൊലായിലുണ്ട്, ഒരു കഷ്ടം വീട്ടിന്റെ മുറ്റത്തുണ്ട്, ഒരു കഷ്ടം സെൻട്രൽ ഹാളിലുണ്ട്, ബെഡ്റൂമിലുണ്ട്, കിച്ചണിലുണ്ട്. ഇങ്ങനെ കഷ്ടങ്ങളായി മാറിയിരിക്കുകയാണ്. പക്ഷെ ചില ആളുകൾക്കൊക്കെ അവർ ഐക്യപ്പെട്ടു പോയേ പറ്റൂ എന്നുള്ള നിർബന്ധമുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് സമൂഹം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ഈ വിഭാഗം ഒരു ഭാഗത്ത് മുജാഹിദ് എന്ന പേരിൽ രംഗത്ത് വന്നപ്പോ വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആശയത്തെ ഒന്നുമല്ലാതാക്കി മാറ്റി എന്തോ ഒരു സങ്കരജീവിയെ പോലെയുള്ള ഒരാശയത്തെ പഠിപ്പിക്കാൻ ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി കടന്നുകൂടി, മറുഭാഗത്ത് വിശ്വാസ വൈകല്യങ്ങളെ മുഴുവനും മൂടിവെച്ച്
വെറും സാംസ്കാരിക ശുദ്ധി എന്ന മാത്രമുള്ള ഒരു അജണ്ടയിലൂന്നി മനുഷ്യ മനസ്സുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ ഇസ്ലാമിന്റെ അടിവേരറുക്കുകയും ചെയ്യുന്ന തബ്ലീഗ് ജമാഅത്ത് മറ്റൊരു ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ചേകന്നൂര് തൊട്ട് വിവിധങ്ങളായ ആശയങ്ങൾ അംഗീകരിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളായി വന്ന് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെയും ആചാരത്തെയും സംസ്കാരത്തെയും തകർക്കാനുള്ള ഗൂഢമായൊരു ശ്രമമാണ് ഈ പുത്തനാശയക്കാർ നടത്തിയത്. ഇൻഷാ അല്ലാഹ് വിഷയകമായ വിശദമായ ചർച്ചകളൊക്കെ പിന്നീട് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിത നേതൃത്വങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും ആഴത്തിൽ ഇറങ്ങിപ്പോകുന്നില്ല. ഇങ്ങനെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സാലിഹീങ്ങളെയും ഒക്കെ അസൂയയുടെ കാരണം വെച്ചോ അവരെ സാധാരണക്കാരാക്കി അവർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന മുഅ്ജിസത്തുകളെയും കറാമത്തുകളെയും അവഗണിച്ച് സാധാരണക്കാരന്റെ മനസ്സുകളിൽ നിന്നുള്ള ബഹുമാനങ്ങളൊക്കെ ഇല്ലാതാക്കി തീർക്കാനുള്ള വളരെ ഗൂഢമായ ശ്രമം നടത്തിയപ്പോ ഇവരുടെ വിശ്വാസ കാപട്യത്തെയും സാംസ്കാരിക അശുദ്ധിയെയും സാധാരണക്കാരന്റെ മുന്നിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ഇസ്ലാമിന്റെ തനതായ മുഖം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും വേണ്ടി അത് പണ്ഡിതോചിതമായ ഒരു ബാധ്യതയാണ്. ആ നിർവഹണ ബോധത്തിന്റെ കർത്തവ്യ നിർവഹണത്തിന്റെ ബോധത്തോടുകൂടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാരഥന്മാരായ ഔലിയാക്കളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഒന്നിച്ചിരുന്നാലോചിച്ച് 925 ഈ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമികമായ പ്രവർത്തനത്തിന്റെ നേതൃത്വം നൽകാൻ വേണ്ടി ഔദ്യോഗികമായി സ്ഥാപിതമായ ഒരു മഹത്തായ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടത് അതിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഔലിയാക്കളും സാലിഹീങ്ങളും പരമ്പരാഗതമായി കൈമാറി വന്ന വിശ്വാസവും ആചാരവും സംസ്കാരവും വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഈ രാജ്യത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിലും ഈ രാഷ്ട്രത്തിന്റെ സൗഹാർദ്ദവും ഐക്യവും ഭദ്രതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളിത്തം വഹിച്ചു മുന്നേറുക എന്ന വിഷയത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് പാകപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മഹത്തായ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചത്. പക്ഷേ വളരെ ദുഃഖമെന്ന് പറയട്ടെ, കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് മുമ്പ് ഈ വിഭാഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ശ്രമിച്ച വിഭാഗം വ്യത്യസ്തമായ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ദൗർഭാഗ്യകരം അല്ലെങ്കിൽ ഭാഗ്യകരം, ആ പിളർപ്പിന് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടോ ആ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് അളവ് വ്യതിചലിക്കാതെ ഈ മഹത്തായ ലക്ഷ്യം സമൂഹത്തിൽ നിലനിർത്തണം എന്ന ഏറ്റവും വലിയ മഹത്തായ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഹഫിളഹുല്ലാഹ്, ശൈഖുനാ ശൈഖുസ്സമാൻ കാന്തപുരം AP ഉസ്താദ്, മഹാനായ നൂറുൽ ഉലമ മൗലാന MA ഉസ്താദ്, മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും മഹാരഥന്മാരായ സാദാത്തുക്കളും എന്ത് പ്രതിസന്ധി നേരിട്ടാലും തിരക്കേടില്ല, അതേ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഞാൻ ഒറ്റപ്പെട്ടാലും ശരി ഈ സത്യത്തിന് വേണ്ടി നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരാദർശ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി നിന്ന് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, ആ മഹത്തായ സാദാത്തുക്കളും പണ്ഡിതന്മാരും നൽകിയ ഈ നേതൃത്വം കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലം വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാത്ത രീതിയിൽ തന്നെ കർക്കശമായി പിടിച്ചു നിന്ന് പ്രവർത്തന രംഗത്തിറങ്ങിയപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അടിവേരറുത്ത് ആരുടെ തോളിലും കൈയിട്ട് നടക്കാമെന്നും ആരോടൊന്നിച്ച് എങ്ങനെയും സല്ലപിക്കാമെന്നുമുള്ള മിഥ്യാധാരണ ഉണ്ടാക്കിയിട്ട് വിശുദ്ധ ദീനിനോടുള്ള പ്രതിബദ്ധതയേക്കാൾ ഭൗതികതയോടും ഭൗതിക രാഷ്ട്രീയത്തോടുമുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു വിഭാഗം ആ 2.5 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ ആദർശ പ്രസ്ഥാനത്തിനെതിരെ അഴിച്ചുവിട്ടിരിക്കുന്ന ക്രൂരതകളുടെ ഒക്കെ എണ്ണം നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. മഹാനായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് KTC അബ്ദുൽ ഖാദിറിന്റെ മൂർധാവിൽ ഒരു വിശുദ്ധ പെരുന്നാളിന്റെ ദിവസത്തിൽ പച്ചയിൽ കമ്പിപ്പാൻ അടിച്ചു കയറ്റിയിട്ട്
എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോ നിന്റെ മൂർധാവിന്റെ മുകളിലുള്ള കമ്പിയിൽ ഞങ്ങളുടെ പതാക കെട്ടാനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട KTC അബ്ദുൽ ഖാദർ അടക്കമുള്ള പേരുകൾ എണ്ണാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല. വാക്കുകൾക്ക് ഒരിക്കലും അതീതപ്പെടാത്ത രീതിയിൽ ക്രൂരമായി 6ഓളം വരുന്ന പ്രവർത്തകന്മാരെ കൊന്നൊടുക്കി. ഈ ആദർശ പ്രസ്ഥാനത്തോട്, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞു. വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ക്ഷമ എന്ന് പറയുന്നത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമയുടെ പക്ഷത്ത് ആര് നിൽക്കുന്നു? അവരുടെ പക്ഷത്താണ് അല്ലാഹു ഉള്ളത് എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രവർത്തക സമൂഹം മുന്നേറി. അന്ന് കേരളത്തിൽ ഏറ് കിട്ടാത്ത ആളുകൾ കുറവായിരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. ഈ ഏറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കല്ലിന്റെ മഴ വർഷിച്ച ജില്ലയാണ് കണ്ണൂർ ജില്ല. ഈ വിനീതനടക്കമുള്ള ഞങ്ങളുടെ എളിയകാല പ്രവർത്തനത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഏറുകളുടെ കണക്ക് വലുതായി, എത്രയോ വലുതായി. പക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മഹാനായ മർഹൂം PP മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന്നൂരോ, അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, കല്ലിന്റെ പെരുമഴയിലൂടെ ഈ പ്രസ്ഥാനത്തെ എറിഞ്ഞു തകർക്കാമെന്ന് കരുതിയിരിക്കുന്ന ചേളാരി സമസ്തക്കാരനോടും SSFന്റെ ഗുണ്ടയുടെ മക്കളോടും പറഞ്ഞു, നിങ്ങൾ എറിഞ്ഞോ മക്കളെ, ഒരു കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചോഫർ നൽകുന്നു. ഏറിന് പകരം തിരിച്ചേറല്ല, എറിഞ്ഞ കല്ലുകളുടെ കണക്കനുസരിച്ചുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമുച്ചയം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കേരളം അത് സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനത്തിൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ മഹാനായ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനം പടുത്തുയർത്തിയിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല. ഒരാൾക്ക് എണ്ണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എണ്ണാൻ ആളെ വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചാൾ നിങ്ങൾക്ക് വാടകക്കും കൂടെ എടുക്കാം. ഒന്ന് ശ്രമിക്കുക, പഠിക്കുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞങ്ങൾ സന്ദേശമായി നിങ്ങൾക്ക് കൈമാറുകയാണ്. ഈ പ്രസ്ഥാനത്തോട് അസൂയ ഉണ്ടായതിന്റെ കാരണം അതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിളർപ്പിന്റെയും കാരണം ഹസദാണ്. എന്താണ് അസൂയ? നമ്മുടെ മഹാരഥന്മാരായ ഉലമാഇൽ സമൂഹത്തിൽ ലഭ്യമായ അംഗീകാരം, ആ അംഗീകാരത്തിലൂടെ അവർ ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നു. പലരും ഇവിടെ ഇങ്ങനെ ഫിത്നയുടെയും ഫസാദിന്റെയും കോംപ്ലക്സുകൾ ഉണ്ടാക്കുമ്പോ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിവിടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചു. അപ്പൊ SYS എന്ന് പറയുന്ന സംഘടനയോട് അസൂയ, അതിനുവേണ്ടി നേതൃത്വം നൽകുന്ന ആലിമീങ്ങളോട് അസൂയ. അങ്ങനെ ആ അസൂയ വലുപ്പം വെച്ച് എവിടെ എത്തിയെന്നറിയോ? അവസാനം അസൂയ നേതാക്കന്മാരെ വ്യക്തിഹത്യ നടത്തുന്നതിലേക്ക് എത്തി. ഞാൻ ഓർക്കുകയാണ് വന്നരായ പട്ടു ഉസ്താദിന്റെ ഒരു വാക്ക്. ഒരു പഴയ രാഷ്ട്രീയക്കാരനും കൂടിയായിരുന്നു പട്ടു ഉസ്താദ്. ഇപ്പോൾ രാഷ്ട്രീയം ഉള്ളിലുണ്ടോന്ന് അറിയില്ല. ഏതായാലും ഒരിക്കട്ടെ വന്നരായ പട്ടു ഉസ്താദ് എന്നൊരു പ്രസംഗകനായി നടന്നൊരു കാലത്ത് മഹാനായ പാണക്കാട്ട് തങ്ങളെ പറ്റിയിട്ട് തങ്ങളുടെ എതിർപക്ഷത്തുള്ള ഒരു വിഭാഗത്തിന്റെ പത്രത്തിലൊരു ലേഖനം വന്നു. വളരെ മോശമായ ഒരു പ്രസ്താവന. ആ പ്രസ്താവന കണ്ടപ്പോ പട്ടു ഉസ്താദ് അതിൽപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനായ ഭൗതിക നേതാവിനോട് പറഞ്ഞു, അല്ല പാണക്കാട്ട് തങ്ങളെ പറ്റി ഇങ്ങനെ എഴുതിയാൽ അത് വളരെ പ്രയാസമായി പോയല്ലോ. കാരണം നമ്മുടെ ആലിമീങ്ങളുടെ മനസ്സ് സയ്യിദന്മാരെ ബഹുമാനിക്കുന്ന മനസ്സാണല്ലോ, പ്രവർത്തകന്മാരുടെ മനസ്സും അതാണല്ലോ. ബാക്കിയുള്ളവർക്ക് എന്ത് ശരിയും സംക്രാന്തിയും, അവർക്ക് എന്ത് തങ്ങന്മാര്, എന്ത് മൂലയന്മാര് എല്ലാം കിടക്കുന്നില്ലേ. ഏതായാലും ഇരിക്കട്ടെ, അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഇങ്ങനെ നമ്മളെ പത്രം എഴുതിയാൽ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, പട്ടുവ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കണമെങ്കിൽ അതിന്റെ നേതൃത്വത്തെയാണ് നശിപ്പിക്കേണ്ടത്. നേതൃത്വത്തെ അത് വ്യക്തിഹത്യ നടത്തുകയാണ് വേണ്ടത്. ഇപ്പറഞ്ഞ നേതാവും ഇപ്പോൾ അപ്പുറത്തുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മറക്കുന്നില്ല. ഏതായാലും ഇരിക്കട്ടെ, അങ്ങനെ നേതൃത്വത്തെ വ്യക്തിഹത്യ നടത്തുമ്പോൾ മാത്രമേ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ കഴിയുള്ളൂ. SYS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അത് ഇടിച്ചു കാഴ്ത്താൻ സാധിക്കണമെങ്കിൽ താജുൽ ഉലമയെ പറ്റി കുറ്റം പറയണം, അതുപോലെ തന്നെ M ഉസ്താദിനെ പറ്റി കുറ്റം പറയണം, ചിത്താരി ഉസ്താദിനെ പറ്റി കുറ്റം പറയണം, AP ഉസ്താദിനെ പറ്റി കുറ്റം പറയണം. മഹാനായ താജുൽ ഉലമയെ സംബന്ധിച്ച് ഇനി എന്താ ഇവർ പറയാൻ ബാക്കി? ഞാനിപ്പോൾ ആ വാക്കുകളിലേക്ക് പോകുന്നില്ല. മഹാനായ നൂറുൽ ഉലമയെ സംബന്ധിച്ച് കണ്ണൂരിന്റെ നെഞ്ചത്ത് വെച്ച് നാറുൽ ഉലമ എന്ന് വിളിച്ചവരുണ്ട്. അല്ലാഹു നിങ്ങളെ മാറ്റിയിരിക്കുകയാണ് എന്ന് മാത്രം അതിന് മറുപടിയായി ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കണ്ണൂരിന്റെ നെഞ്ചത്ത് വെച്ച് നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്ന് മറുപടി പറഞ്ഞിട്ടില്ല. പടച്ച റബ്ബ് നിങ്ങൾക്ക് മറുപടി തന്നിരിക്കുകയാണ്.
മഹാനായ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇനി പറയാൻ ലഫ്ളില്ല. പെൺവാണിഭം പറഞ്ഞു, മദ്യപാനം പറഞ്ഞു, ഇനി എന്തെങ്കിലും ലഫ്ളുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ടായി ഇപ്പൊ നൂറ് മുഹമ്മദ് ഒന്നും പറഞ്ഞാൽ ഇപ്പൊ പത്രക്കാർക്കൊന്നും വലിയ വിലയൊന്നുമില്ല. കാരണം അതിനേക്കാളും വലിയ കുറെ എണ്ണതായിട്ടുണ്ട്, എഴുതി വിട്ടിട്ടുണ്ട്. ഇനി കാന്തപുരത്തിനെ പറ്റിയിട്ട് ആരോപണങ്ങളുടെ പദങ്ങളായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ മക്കളെ, കാന്തപുരം എന്ന് പറയുന്ന ആ മഹാപണ്ഡിത പ്രതിഭയെ ഇടിച്ചു താഴ്ത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഓരോ ഇടിക്ക് പകരം 1000 മീറ്റർ ഉയരത്തിലേക്ക് ഉയർന്നു പോകുന്ന ഏറ്റവും വലിയ പന്താണ് എന്ന ബോധം നിങ്ങളുടെ മനസ്സിൽ ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ആ വൈരാഗ്യം വളർന്നു വന്നു. അവസാനം അസൂയ എവിടേക്കെന്നറിയോ? ലോകത്താദ്യമായി കൊലപാതകം നടന്നത് അത് ഹസദിന്റെ പേരിലാണ്. ഹാബീലിന്റെയും കാബീലിന്റെയും ചരിത്രം വിശുദ്ധ ഇസ്ലാം നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. അസൂയയാണ് കൊലപാതകത്തിൽ എത്തിച്ചത്. ഇതാ നമ്മുടെ കണ്ണൂർ ജില്ല അതിന് സാക്ഷിയായിരിക്കുകയാണ്. അവസാനം കൊലപാതകത്തിന്റെ ശാസ്ത്രീയ വശവും കൂടെ അംഗീകരിക്കുന്നു. ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? ആലങ്കാരിക കൈവിട്ട് ആലങ്കാരിക ബോംബ് നിർമ്മാണം, ആലങ്കാരിക ബോംബ് സ്ഫോടനം, ഇതാണ് ഇപ്പൊ അവരുടെ പുതിയ സംസ്കാരം. ബോംബ് ഉണ്ടാക്കിയാലും ആലങ്കാരികം, പൊട്ടിയാലും ആലങ്കാരികം, തെറി പറഞ്ഞാലും ആലങ്കാരികം, അതിന് കുറെ തെക്കുതീര് കൊല്ലാൻ ചെറിയ ആളുകളും. പാറാട് എന്തേ സംഭവിച്ചത് പ്രിയപ്പെട്ട മക്കളെ? ആ ഉണ്ടാക്കിയ ബോംബെങ്ങാനും നമ്മുടെ പ്രവർത്തകന്മാർക്കെതിരെ എറിഞ്ഞിട്ടാണ് പൊട്ടിയതെങ്കിൽ എത്ര 100 എണ്ണത്തിന്റെ മയ്യത്താണ് എടുക്കേണ്ടി വരിക? എവിടെയാണോ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ പേര് പറയാൻ അവകാശം? ഈ സമൂഹത്തിന്റെ ലോകത്തിന്റെ മുന്നിൽ അച്ചടക്കവും മാന്യതയും പഠിപ്പിച്ച ഒരു വിശ്വാസത്തിന്റെ അനുയായികൾ എന്ന് പറഞ്ഞിട്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ ബോംബെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി 800 രൂപ ബോംബിന് വില വെച്ചിട്ട് 12 ബോംബിന് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞത് ഞങ്ങളല്ല. പാറാട് വെച്ച് നടന്ന ബോംബ് സ്ഫോടനത്തിൽ അർദ്ധമയ്യത്തുകളായി മാറി 4 ആളുകൾ ഹോസ്പിറ്റലിൽ കിടന്നു. ആ ഹോസ്പിറ്റലിൽ കിടന്നവരിൽ നിന്ന് കിട്ടിയ മൊഴി ഇവിടുത്തെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് പുറത്തുവിടുന്നത്. പൊയിലൂരിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള ഏപിക്കാരെ തകർക്കാൻ ഈക്കാര് കൊട്ടേഷൻ കൊടുത്തതാണ്. മഹാനായ ശംസുൽ ഉലമയുടെ പേര് ഞാൻ ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. കാരണം ആ ഭാഗത്തിന് അപ്പേരും എരി ചേർക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലാർക്കും സംശയം വേണ്ട. പത്രക്കാർ ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ വിഘടിത ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് തിരിയുന്നില്ല. ഞങ്ങൾ പറഞ്ഞു തിരിയാനൊരു ഭാഷ പറഞ്ഞുതരാ, ചേളാരി സമസ്ഥാനം എഴുതി കൂലി. കാരണം മഹാനായ ശംസുൽ ഉലമയുടെ ഹയാത്ത് കാലത്താണെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കുന്നുള്ള ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല. ഒരു വിഭാഗത്തിന് കൊട്ടേഷൻ കൊടുക്കുകയാണ് ബോംബുണ്ടാക്കാൻ, എന്നിട്ട് എറിയാൻ കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തനം. ഇരിക്കട്ടെ, സഹിച്ചു. ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഒതുക്കി. അപ്പോഴാണ് നേരപ്പുറത്ത് അതേക്കാൾ മുമ്പ് വലിയൊരു പീഡനം. തളിപ്പറമ്പിനടുത്ത് ഓണപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് 4 വർഷക്കാലം അല്ലാഹുവിന് സുജൂദ് ചെയ്ത പള്ളിയും അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയുടെ പുതുക്കിപ്പണിത ബിൽഡിംഗ് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മഹാനായ കാന്തപുരം ഉസ്താദ് വരുന്നു എന്നറിഞ്ഞപ്പോ കാന്തപുരം കാലുകുത്തൂല എന്ന് പറഞ്ഞ് അടിച്ചു തകർത്തു. ഞങ്ങൾ പറയട്ടെ, ചുണക്കുട്ടികളായ കാന്തപുരത്തിന്റെ മക്കൾ അന്തസ്സോടെ കൊണ്ടുവന്നു, പ്രസംഗിപ്പിച്ചു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞ? അവിടെ ആ കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ കാന്തപുരം ഉസ്താദ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ദിവസം പള്ളിയും മദ്രസയും തകർത്തെടുത്ത് പലരും സന്ദർശിക്കാൻ പോയി. അന്ന് ഇവിടുത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരൊന്നും പറയുന്നില്ല, ഇവിടെയുള്ള കോൺഗ്രസുകാരും CPM-കാരും CPI-ക്കാരും BJP-ക്കാരടക്കം ചെന്ന് നോക്കി. എന്നാലും ചില രാഷ്ട്രീയക്കാർക്കൊക്കെ അങ്ങോട്ട് പോകാൻ ഒരു വിമ്മിട്ട. എന്നിട്ട് 4 കുട്ടികളെ പന്ത് കളിക്കാൻ അയക്കുമ്പോൾ അങ്ങോട്ട് അയച്ചു. നേരെ ഇപ്പുറത്ത് സുബ്ഹാനല്ലാഹ് പ്രഗത്ഭന്മാർ ചെന്നിട്ട് പത്രസമ്മേളനാണ്. ഇരിക്കട്ടെ, അന്ന് അതിനെ ഒരു ഒരക്ഷരം മിണ്ടിയില്ല. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഏതായാലും അന്നും ക്ഷമിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ പീഡനം സഹിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ നിഷ്പക്ഷവും ശക്തവുമായ ഇടപെടലിലൂടെ ആ അക്രമകാരികളെ പിടിച്ചുകെട്ടാൻ കഴിവിന്റെ പരമാവധി ശ്രമം നടത്തി. ഞങ്ങൾ അവരോട് അഭിനന്ദനം നൽകുകയാണ് ഈ സന്ദർഭത്തിൽ. പലർക്കും ഇപ്പൊ എന്തുണ്ടായാലും പോലീസുകാരെ ചീത്ത പറയലാവും. മുഖ്യമന്ത്രി എറിഞ്ഞാലും കുറ്റം പോലീസിന് തന്നെ, പ്രതിപക്ഷ നേതാവിന് എറിഞ്ഞാലും പോലീസിന് തന്നെ കുറ്റം. പോലീസുകാരിങ്ങനെ റോട്ടുങ്ങളുടെ ഒരു പന്ത് പോലെയാ. ഏതായിരിക്കട്ടെ, നമുക്ക് അങ്ങനത്തെ ഒരു ഭാഷയില്ല. ആ സ്ഥലത്ത് ഓണപ്പറമ്പിൽ ഈ വിഘടിത വിഭാഗത്തിന്റെ ചേളാരിക്കാരുടെയും SKSSF-കാരുടെയും കറുത്ത മുഖം വെളിവായി. എന്നിട്ട് അവസാനം പറഞ്ഞു ഞങ്ങളുടെ പ്രവർത്തകന്മാരല്ല. ഇരിക്കട്ടെ, ഞാൻ അന്ന്
ചാനലിൽ കൊടുത്തൊരു അഭിമുഖത്തിൽ SKSSF-ന്റെ വലിയൊരു സമുന്നതനായ നേതാവുണ്ടായിരുന്നു. അത് ഞങ്ങളെ പ്രവർത്തകന്മാരെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല സുഹൃത്തെ, പിന്നെന്തിനെ നിങ്ങൾ ആ ഗർഭം പേറാൻ വേണ്ടി പയങ്ങാടിയിൽ ഒരു തളിപ്പറമ്പ് ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്ന് വെച്ചു. അപ്പൊ ചാനൽ അവനാണല്ലോ പ്രസംഗിച്ചല്ലേ, കൈവെട്ട് ഭീഷണി നിങ്ങളല്ലേ നടത്തിയത്, പിന്നെ അങ്ങോട്ടേക്ക് മൂപ്പര് കയറി. നിങ്ങൾ ആലോചിക്കണം, ആരോ കളിച്ചേന് ഇവര് വേറാൻ വേണ്ടി പോണോ? ഇരിക്കട്ടെ, അത് നടന്നു. അവസാനം എവിടെ എത്തിയെന്നറിയോ? പാറാട് ബോംബ് സ്ഫോടനം കഴിഞ്ഞ് അതിന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ 11-ാം തീയതി നടന്ന ഒരു ടെലിഫോൺ, നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറിക്ക് ഒരു ടെലിഫോൺ. ഞാൻ തുറന്ന ഭാഷയിൽ പറയട്ടെ, പാനൂർ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സാക്ഷാൽ പൊട്ടൻകണ്ടിയാണ് 11-ാം തീയതി വെള്ളിയാഴ്ച 11 മണിയുടെയും 11:30-യുടെയും ഇടയിലായി ടെലിഫോൺ ചെയ്ത് പറയുന്നത്, ബോംബ് സ്ഫോടനത്തിന്റെ പ്രതിഷേധത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട, നിങ്ങളെ 3-4 കൂടി കൂടുമോ? അപ്പൊ ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം കോല ഏൽപ്പിച്ചിരിക്കും. എല്ലാവരും ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന അതിനായി പവർ ഇരിക്കട്ടെ. ഞങ്ങളുടെ നേതൃത്വം എന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാം കരുതിയിട്ട് ഞാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അങ്ങനെ അവസാനം ആ കേസ് നമ്മുടെ പ്രവർത്തകന്മാരുടെ പരിധിയിലിരിക്കാൻ ശ്രമിച്ചു. 18-ാം തീയതി രാവിലെയാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ പാനൂരിലെ CI തൽക്കാലം ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു. നേരെ ഇപ്പുറത്ത് അന്ന് രാവിലെ സുബിയുടെ സമയത്താണ് ഓണപ്പറമ്പിൽ ഒരു മദ്രസ കത്തിക്കപ്പെടുന്നത്. മറുവിഭാഗത്തിന്റെ ചേരാളി സംസ്ഥയുടെ അംഗീകാരമുള്ള ഒരു മദ്രസ 4:45-ന് തീ കൊടുത്തു പോലും, നടന്നു പോകുന്ന മൊയ്ലിയാറ് കണ്ടിട്ടുണ്ട് പോലും. ജനങ്ങളോട് പറഞ്ഞത് 5:35-നാണ് പോലും. എന്തിനാണെന്നറിയില്ല 3/4 മണിക്കൂർ കാത്തു നിന്നത്. തീ കൊടുത്താൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ അല്ല കുറച്ചും കൂടെ കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഏതാണെന്നറിയില്ല. ഒരു വല്ലാത്തൊരു മേശശൂന്യകളായി പോയി ഇവരെ ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കി. അവസാനം അവിടെ എല്ലാം കൊണ്ട് കൂടി ഒരു മേശനെ കൊണ്ട് ഓല് കുടുങ്ങിയത്. അപ്പൊ മിഞ്ഞാന്നാരോ ചോദിച്ചു, അങ്ങേതോടെ ശൂന്യ മേശ ശൂന്യാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിനക്കറിയില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ എന്റെ പ്രസംഗം തിരിപ്പിക്കുന്നത് ഞാൻ നിർത്തുകയാണ്. നിസ്കാരത്തിന്റെ സമയമായി. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഏതായാലും ആ മദ്രസക്ക് തീ വെച്ചു. ഞങ്ങൾ അന്ന് പരസ്യമായി പറഞ്ഞു, കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർക്ക് അതിനിടയിൽ കൈയുണ്ടെന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിന് പകരം പുതിയ ബിൽഡിംഗ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞു. തന്റെ ഇടമുണ്ടോ നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ? അവസാനം അവിടെ ഒരു സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതാക്കളൊക്കെ നടത്തി ഭയങ്കര സങ്കട പത്രസമ്മേളനം. എന്നിട്ട് പ്രഖ്യാപിച്ചു, പ്രതികളെ അറസ്റ്റ് ചെയ്യണം, മാതൃകാപരമായി ശിക്ഷിക്കണം, ഈ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. മഹല്ല് കമ്മിറ്റി ഇപ്പൊ കൊടുത്തു. പ്രിയപ്പെട്ട മക്കളെ, ഇന്നു മുതൽ ഇറങ്ങിക്കോ, ചേളാരി സംസ്ഥക്കാരുടെ ബാക്കിലും SKSF-കാരന്റെ കയ്യിലും 15 ലക്ഷം പിരിച്ചുണ്ടാക്കിക്കോ. ആരോട് പറയുമര് നിങ്ങൾ? എന്നിട്ട് ആ കേസ് ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ പേരിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടുത്തെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിയമപാലകന്മാർ വളരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി അതിന്റെ യഥാർത്ഥ പ്രതികളെ പിടികൂടിയപ്പോ അതും വരുന്നു ചേളാരിക്കാര് തന്നെ. നിങ്ങൾക്ക് ഈ സമുദായത്തിന്റെ മുന്നിൽ ഒരൊറ്റ കാര്യം പറയട്ടെ, ഇനി സമസ്തയുടെ പേര് പറഞ്ഞ്, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ആ കുപ്പായം ധരിച്ച് നിങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങരുത് എന്നാണ് ഈ സമ്മേളനത്തിലൂടെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ആത്മാർത്ഥതയുള്ളവരാണ്. ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരല്ല. ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. മഹാനായ കാന്തപുരം ഉസ്താദ് നടത്തിയ കേരള യാത്രയുടെ 2-ാം ഘട്ടത്തിൽ കേരളത്തിന് ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു മൂലയിൽ വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ കൂട്ടരെ? ഞാൻ വളരെ താഴ്മയോടെ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് കണ്ണൂർ ജില്ല SYS-ന്റെ നേതൃത്വത്തിൽ നമുക്ക് കണ്ണൂരിൽ SYS-ന് വേണ്ടി ഒരു ആംബുലൻസ് ഓഫർ ചെയ്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ താക്കോൽദാനം ഇവിടെ വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി പോവുകയാണ്. മഹാനായ കടവത്തൂർ അബ്ദുൽ മുസ്ലിയാരുടെയും അതുപോലെ തന്നെ അഖൂബ് സഖാഫി അടക്കമുള്ള പാപ്പിനിശ്ശേരി അബ്ദുസ്സലാം ഹാജി അടക്കമുള്ള കുഞ്ഞു ഹാജിയും അവിടെയുള്ള SYS-ന്റെയും RSC-യുടെയും പ്രവർത്തകന്മാർ, ജില്ലയുടെ സമുന്നതരായ പ്രവർത്തകന്മാരുടെ മുൻകൈയോടുകൂടെ അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച അതിന്റെ താക്കോൽ കൈമാറൽ കർമ്മം ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ രീതിയിൽ രാജ്യത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ അസൂയ പൂണ്ട വിഭാഗം ഇനിയും ഒരുപാട് പേക്കൂത്തുകളുമായി രംഗത്ത് വരും. ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് പറയട്ടെ, ഉറച്ച ചിത്തത്തോടുകൂടെ നിങ്ങൾക്ക് സംഘടന നൽകുന്ന നിർദ്ദേശത്തെ തികഞ്ഞ അച്ചടക്കത്തോടെ അംഗീകരിച്ച ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം കാണിച്ചു കൊടുക്കാൻ നൊമ്പരപ്പെടുന്നവരുടെ പക്ഷത്ത്
ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് നീങ്ങി ഇസ്ലാമിന്റെ വികൃതമാക്കപ്പെടുന്ന മുഖത്തെ തനതായ രൂപത്തിൽ പുത്തൻവാദികളുടെ കൈകളിൽ നിന്നും വിഘടിത വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി സമൂഹത്തിന് കൈമാറി കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ബാങ്കിന് സമയം 2 മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം, ഈ പരിപാടിയുടെ ചെലവിലേക്ക് ഒരുപാട് കാശ് ചെലവുണ്ട്. നമ്മുടെ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ശ്രീഎസിന്റെയും SSF-ന്റെയും ഒക്കെ നേതാക്കൾ ഒരു 100 രൂപയുടെ കൂപ്പണുമായി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. ആരും മടക്കാതെ വാങ്ങണം. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നമുക്ക് ശഅറ മുബാറക്കുമായി ബന്ധപ്പെട്ട് വിഘടിത വിഭാഗം ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ ആസൂത്രിത ഫിത്നകള് മുഴുവനും പൊട്ടിച്ചുകൊണ്ട് മഹാനായ പേരോട് ഉസ്താദ് നടത്തിയിരിക്കുന്ന പ്രഭാഷണത്തിന്റെ DVD മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൈകളിലേക്ക് വരും. 2 DVD ആണ്. പൂരൂർ പ്രഭാഷണത്തിന്റെയും കോഴിക്കോട് പ്രഭാഷണത്തിന്റെയും 50 രൂപയാണ് അതിന്റെ ചിലവ്. എല്ലാവരും ഓരോ കോപ്പി വാങ്ങിക്കുകയും വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ അടക്കം കേൾപ്പിച്ച് ഈ വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് സത്യത്തിന്റെ യഥാർത്ഥ അഹ്ലുകാർ ആരാണെന്ന് ബോധ്യപ്പെടുത്തി സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വുളൂ ചെയ്യാൻ സ്റ്റേജിന്റെ ഇടതുവശത്ത് സൗകര്യമുണ്ട്. എല്ലാവരും പെട്ടെന്ന് വുളൂ ചെയ്ത് നേരെ നേരെ ആ ഭാഗത്ത് തന്നെ തിരിഞ്ഞ് എല്ലാവരും പടിഞ്ഞാറ് തിരിഞ്ഞുണ്ടല്ലോ. ഞാൻ ഈ നിൽക്കുന്ന രൂപത്തിൽ നേരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് അല്പം റൈറ്റിലേക്ക് തെറ്റുക. ഞാൻ ഈ നിൽക്കുന്ന രൂപത്തിൽ നിന്നിട്ട് അല്പം വലത്തോട്ടേക്ക് തെറ്റി നിൽക്കുക. ഒന്നുമില്ലാത്തവർക്ക് ഒന്നും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം പരിപാടി തുടരും. അസ്സലാമു അലൈക്കും.